നമസ്തേ സന്തോഷ് ജി. നമസ്തേ. സന്തോഷ് ജി, ഇപ്പൊ കേരള സമൂഹം സത്യത്തില് ഒരു മാജിക് വലയത്തില്, മന്ത്രവാദ വലയത്തിൽ പെട്ടു നിൽക്കുക. അത് ജാതിമത ഭേദമന്യേ, സ്ത്രീ പുരുഷ ഭേദമന്യേ, പണ്ഡിതനെന്നോ പാമരനെന്നോ വിചാരിക്കാതെ വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളടക്കം ബ്ലാക്ക് മാജിക്കിന്റെ കുടുംബങ്ങള് ബ്ലാക്ക് മാജിക്കില്, മന്ത്രവാദത്തിൽ പെട്ടിട്ട് വിദ്യാസമ്പന്നരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും അല്ലാത്തവരും ബിസിനസ്സുകാരും ഒക്കെ ഇന്ന് അന്ധമായ എന്തോ ഒരു സംവിധാനത്തിൽ പെട്ടിട്ട് നമ്മുടെ തലമുറ തന്നെ തകർന്നു പോകുന്ന അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഈ ബ്ലാക്ക് മാജിക് എന്താണ് ഇത്തരം ഒരവസ്ഥ കേരളത്തിൽ സംജാതമാകാനുള്ള കാരണം? അങ്ങ് അതൊന്ന് പറയുമോ? അതായത് ഇതിന്റെ യഥാർത്ഥ വസ്തുതയാണല്ലോ അറിയേണ്ടത്. അതെ. ആർക്ക് വേദനിച്ചാലും വേദനിച്ചില്ലേലും അതല്ലേ അറിയേണ്ടത്? അതെ, തീർച്ചയായിട്ടും. മന്ത്രവാദം രണ്ട് വിധമുണ്ട്. ഒന്ന് അറിവ് കൊണ്ട് ചെയ്യുന്നത്, അതായത് അഗ്നിയും ആകാശമാണ് ദൈവഗണം എന്ന് പറയുന്നത്. അഗ്നി പ്രകാശമാണ്, അറിവിന് കാരണമാണ്. ആകാശമോ തമസാണ്, അജ്ഞതയ്ക്ക് കാരണമാണ്, അന്ധകാരമാണ്. നമ്മളുടെ വിശ്വാസം രണ്ട് രീതിയിലാണ്, അറിവ് കൊണ്ടും അജ്ഞത കൊണ്ടുമാണ് നമ്മുടെ വിശ്വാസങ്ങൾ. അപ്പൊ അങ്ങ് പറയൂ, നമ്മളുടെ വിശ്വാസം അറിവ് കൊണ്ടുള്ളതാണോ അന്ധത കൊണ്ടുള്ളതാണോ ഇന്ന് കേരളത്തിൽ? അജ്ഞത കൊണ്ടുള്ളത് തന്നെയാണ്. ആണ്. അപ്പൊ ബ്ലാക്ക് മാജിക്കിനാണോ പ്രാധാന്യം വരുന്നത്? വൈറ്റ് എന്ന് പറയുന്നത് പ്രകാശമാണ്, പ്രഭയാണ്, അറിവാണ്, വേദ്യമാകുന്നതാണ്, വെളിച്ചമാണ്, നമുക്ക് ബോധ്യമാകുന്നതാണ്. നമ്മുടെ ദൈവം എന്താണെന്ന് നമുക്ക് ബോധ്യമായില്ലെങ്കിൽ, ഒരു കൊച്ചുകുട്ടിയോട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, നമ്മൾ ആരാധിക്കുന്നത് എന്തിനെയാണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ, നമുക്കത് മറ്റുള്ളവരെ പറഞ്ഞ് ധരിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ആരായിട്ട് മാറും? നമ്മൾ അന്ധവിശ്വാസിയാകും. അതായത് നമ്മൾ ബ്ലാക്ക് മാജിക്കിന്റെ പട്ടികയിൽ പെടും. ഇവിടുത്തെ ശിവൻ ആരാണെന്ന് ആർക്കെങ്കിലും അറിയാവോ? ഇല്ല. അപ്പോ അത് എന്തിന്റെ പരിധിയിൽ വരും? അത് അന്ധവിശ്വാസത്തിന്റെ ബ്ലാക്ക് മാജിക്. ഏകദൈവം ആരാണെന്ന് അറിയാവോ? അറിയില്ല. അപ്പൊ അത് എന്തിന്റെ പരിധിയിൽ വരും? ഇതിനെല്ലാം ഒറ്റ വാക്കിൽ ഉത്തരം കൊടുക്കാൻ കഴിയുന്ന അറിവ് വേണം. അറിവില്ലെങ്കിലോ? അതായത് അറിവെന്ന് പറഞ്ഞാൽ നന്മയിൽ അധിഷ്ഠിതമായ അറിവാണ് ദൈവികത. ദ്രവ്യത്തെ, ജീവനെ, ആത്മാവിനെ സൃഷ്ടിക്കുന്നത്, സംരക്ഷിക്കുന്നത്, അതാണ് ദൈവികത. ബ്ലാക്ക് മാജിക് എന്ന് പറഞ്ഞാൽ അജ്ഞതയാണ്, അന്ധകാരമാണ്, അറിവില്ലായ്മയാണ്. മറ്റൊരുത്തിനെ നശിപ്പിച്ചുകൊണ്ട് എങ്ങനെ എനിക്ക് ജീവിക്കാം? ഇതാണ് ബ്ലാക്ക് മാജിക്കിന്റെ രീതി. ആത്മീയത മിത്രഭാവം മാത്രമേ ഉള്ളൂ, മിത്രങ്ങൾ മാത്രമേ ഉള്ളൂ, ശത്രുക്കളില്ല. ആത്മീയത എല്ലാത്തിനെയും മിത്രഭാവത്തിൽ കാണുന്നു. മറുഭാഗത്ത് ബ്ലാക്ക് മാജിക്കിലേക്ക് വരുമ്പോൾ എല്ലാം മിത്രഭാവത്തിലല്ല കാണാൻ പറ്റുക. മിത്രഭാവത്തിലല്ല ഒന്നിനെയും കാണുന്നത്, ശത്രുഭാവത്തിലാണ്. അറിവല്ല അവിടെ പ്രകാശിക്കുന്നത്, അന്ധകാരമാണ് അവിടെ നിറയുന്നത്. മാജിക് എങ്ങനെയാണോ അത് തന്നെയാണ് സംഭവം. ഒന്നുകൂടി വ്യക്തമാക്കി പറയാം. യഥാർത്ഥത്തിൽ ആത്മീയത എന്ന് പറയുന്നത് എല്ലാത്തിനെയും മിത്രഭാവത്തിൽ കാണുമ്പോൾ, ബ്ലാക്ക് മാജിക് എല്ലാത്തിനെയും ശത്രുഭാവത്തിൽ കാണുന്നു. മന്ത്രവാദം എല്ലാത്തിനെയും ശത്രുഭാവത്തിലാണ് കാണുന്നത്. ശത്രുക്കളെയാണ് അവർ കാണാൻ ശ്രമിക്കുന്നത്. ഇത് നാസ്തികവാദത്തിലേക്ക് വരുമ്പോൾ എല്ലാത്തിനെയും സംശയഭാവത്തിലാണ് കാണുന്നത്. ആത്മീയത ലോകത്തെ മിത്രഭാവത്തിലാണ് കാണുന്നതെങ്കിൽ, മന്ത്രവാദം ലോകത്തെ ശത്രുഭാവത്തിലാണ് കാണുന്നത്. നാസ്തികവാദം ലോകത്തെ സംശയഭാവത്തിലാണ് വീക്ഷിക്കുന്നത്. മനസ്സ് അജ്ഞതയുടെ ഖനിയാക്കി മാറ്റുകയാണ് ചെകുത്താൻ സേവകൾ ചെയ്യുന്നത്. ദൈവികതയിലൂടെ, വേദത്തിലൂടെ നമ്മൾ ചെയ്യുന്നത് മനസ്സിനെ പ്രകാശപൂർണമാക്കുകയാണ് ചെയ്യേണ്ടത്. മനസ്സ് സ്നേഹപൂർണമാകുന്നു ജ്ഞാനത്താൽ, അറിവിനാൽ, വേദത്താൽ. ഇപ്പുറത്തെ സൈഡ്, നന്മയുടെ സൈഡ്, മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് എനിക്ക് എങ്ങനെ മുന്നേറാം, എനിക്ക് എങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയും. ഇപ്പുറത്ത് വിചാരിക്കുന്നത് മറ്റുള്ളവരെ നശിപ്പിച്ചുകൊണ്ട്, അവരുടെ സ്വത്ത് എങ്ങനെ അപഹരിച്ചുകൊണ്ട്, അവരുടെ ജീവൻ എങ്ങനെ ഹനിച്ചുകൊണ്ട് എനിക്ക് ജീവിക്കാം, എനിക്ക് സൂക്ഷിക്കാം. ഇതാണ് ഇതിന്റെ മെയിൻ കാരണക്കാര്. ഞാൻ ഒരാക്ഷേപവും ഇല്ലാതെ പറയാണ്, ഒന്നാമത്തെ പ്രതി മതങ്ങളാണ്. അവർക്കറിയാൻ പാടില്ലാത്ത സ്വർഗത്തെക്കുറിച്ചും, അവർക്കറിയാൻ പാടില്ലാത്ത, അവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റാത്ത നരകത്തെക്കുറിച്ചും, അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാത്ത മുജ്ജന്മത്തെക്കുറിച്ചും, അവർക്ക് പറഞ്ഞ് ഒരു കാരണവശാലും സ്ഥാപിക്കാൻ പറ്റാത്ത പുനർജന്മത്തെക്കുറിച്ചും, മനുഷ്യൻ പാപിയാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രമാണവുമില്ലാത്ത പ്രമാണങ്ങളെ പേറിക്കൊണ്ടുള്ള ജീവിതം കൊണ്ടും, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വ്യാകുലപ്പെട്ടുകൊണ്ടുള്ള ജീവിത രീതി കൊണ്ടും ഇവിടെ മനുഷ്യനിൽ ഉണ്ടായേക്കുന്ന വിഭ്രാന്തിയാണ്, അജ്ഞതയാണ്, അറിവില്ലായ്മയാണ് ബ്ലാക്ക് മാജിക്.
ദേവാലയങ്ങളിൽ നടക്കുന്നതും ബ്ലാക്ക് മാജിക് തന്നെയാണ്. മോസ്കിലായാലും ശരി, പള്ളിയിലായാലും ശരി, അമ്പലത്തിലായാലും ശരി. അറിവാകണം നമ്മൾ ചെയ്യുന്നത്. അറിവാകുമ്പോൾ ഞാൻ ഇന്നതാണ് ചെയ്യുന്നത്, ഇന്നതാണ് ഞാൻ ആരാധിക്കുന്നത്, ഇന്ന മന്ത്രത്തിന് ഇന്ന ശക്തിയാണ്, ഇന്ന കാരണം കൊണ്ടാണ് ഇന്നത് പോലെ സംഭവിക്കുന്നത്. സയൻസാണത്, ശാസ്ത്രമാണത്. അതിനെ സ്ഥാപിക്കുവാൻ കഴിയണം, സ്ഥാപിത പ്രമാണങ്ങൾ ഉണ്ടാവണം. ഒരാൾക്ക് താൻ പൂജിക്കുന്നത് അല്ലെങ്കിൽ ഭക്തർ പൂജിക്കുന്നത് ഇന്നതിനെയാണെന്ന് കാണിച്ചു കൊടുക്കാൻ, തൊട്ടറിഞ്ഞു വേദ്യമാക്കി കൊടുക്കുവാൻ കഴിയാത്തതാണെങ്കിൽ അത് ബ്ലാക്ക് മാജിക്കിന്റെ പരിധിയിൽ വരും. അള്ളാഹു ആയാലും ഏകദൈവമായ യഹോവയായാലും ബ്രഹ്മമായാലും അപരബ്രഹ്മമായാലും എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ, അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതെല്ലാം ബ്ലാക്ക് മാജിക്കിന്റെ അണ്ടറിൽ വരും. ഇവിടെ ആദ്യം മന്ത്രവാദികളുടെ അടുക്കലേക്ക് പോകുന്നവര് നല്ല മനസ്സോടെ ആയിരിക്കും ആദ്യം ചെന്ന് കയറുന്നത്. അപ്പോ ആ ജ്യോത്സ്യൻ അല്ലെങ്കിൽ ആ മന്ത്രവാദി പറയുന്നത്, നിങ്ങളെ ആരോ ഉപദ്രവിക്കുന്നു, നിങ്ങൾക്ക് ശത്രുക്കളുണ്ട്, 100 ശത്രുക്കളുണ്ട്, അവർക്കെതിരെ പടവെട്ടി നിങ്ങൾ നിൽക്കണം, അവരെ നമുക്ക് ഇല്ലായ്മ ചെയ്യണം എന്ന് പറയുമ്പോൾ പരിഹാരമാണ് ആദ്യം ചോദിക്കുന്നത്. പിന്നെ പ്രതികാരം ചെയ്യാനാണ് പറയുന്നത്. ഇതാണ് ഇതിന്റെ എരകള് വരുന്ന വഴി. നമ്മുടെ മന്ത്രവാദികള്, നമ്മുടെ ജ്യോത്സ്യന്മാരെല്ലാമാണ് ഇതിന്റെ പ്രതികളും. പിന്നെ മുജ്ജന്മ പുനർജന്മ വാദവുമായിട്ട് ഇറങ്ങിയിട്ടില്ലേ, അച്ഛനും അമ്മയും ഒന്നും സ്വന്തം അച്ഛനും അമ്മയും അല്ലാന്ന്. ഇതിന്റെ എല്ലാം തലപ്പത്ത് നിൽക്കുന്നത് മതവാദമാണ്. മതവാദം തന്നെയാണ് ഏറ്റവും വലിയ ബ്ലാക്ക് മാജിക്. വസ്ത്രത്തിലും രൂപത്തിലും ഈ ബ്ലാക്ക് മാജിക് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങ് ശ്രദ്ധിച്ചിട്ടില്ലേ, ഇങ്ങനെ പോയില്ലെങ്കിൽ, ഇങ്ങനെ വസ്ത്രം ധരിച്ചില്ലെങ്കിൽ, ഇങ്ങനെ നിന്നില്ലെങ്കിൽ, അങ്ങനെ തൊഴുതില്ലെങ്കിൽ, ഇങ്ങനെ കുനിഞ്ഞു കുമ്പിട്ടില്ലെങ്കിൽ എല്ലാം ദൈവം ശിക്ഷിക്കും എന്നാണ് പറയുന്നത്. എല്ലാവരും ചെകുത്താനെ, ശാസ്താവിനെ വിട്ടിട്ട് ചെകുത്താനെ പിടിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, അറിവാണ് ശാസ്ത്രം. ആ ശാസ്ത്രത്തെ വിട്ട് ശാസ്തനിലേക്കും ചാത്തനിലേക്കും ചെകുത്താനിലേക്കും ചാത്തൻ സേവയിലേക്കും എല്ലാം ആളുകൾ കേറിപ്പോകുന്നതിന്റെ കാരണം ദൈവം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുവാൻ ദൈവികത നടിച്ചു നടക്കുന്ന ആത്മീയവാദികൾക്ക് കഴിയാത്തത് കൊണ്ടാണ്. അതായത് നമ്മളുടെ മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്ന പൈസ അത് മഠങ്ങളിലും സ്ഥാപനങ്ങളിലും മതങ്ങളിലും കൊന്നു ചേരണം, സുഖിക്കണം, ഈ ഒരു ചിന്തയിൽ നിന്നിട്ടാണ് ഇത് ഇപ്പോഴും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ മതവാദികളും ഇവിടുത്തെ ദൈവത്തിന്റെ ആളുകളാണെന്ന് പറയുന്ന ആത്മീയവാദികളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ദൈവം എന്താണെന്നുള്ള ആ രഹസ്യത്തെ മറച്ചു പിടിക്കുവാനുള്ള തത്രപ്പാടിലാണ് ഇവർ. ദൈവം എന്താണെന്ന് വെളിവാകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ, എന്തെല്ലാം നുണകൾ പറയാൻ പറ്റുമോ, ഏതൊക്കെ രീതിയിൽ ഇതിനെ നിഗൂഢതകൾ സൃഷ്ടിക്കാൻ പറ്റുമോ, ആ നിഗൂഢതകളാണ് ഇവിടെ നടക്കുന്നത്. എല്ലാ മതവും ഒരുപോലെയാണ് കേട്ടോ, എല്ലാ ദൈവവിശ്വാസികളും ഒരുപോലെയാണ്. ഇതിനെക്കുറിച്ച് പഠിക്കാനല്ല ശ്രമിക്കുന്നത്. പഠനത്തെ തടഞ്ഞ് അന്ധവിശ്വാസത്തിലേക്ക് കണ്ണും നട്ടിരിക്കാനാണ് ഇവരുടെ ശ്രമം, കണ്ണടപ്പിക്കാനാണ് ശ്രമം. അങ്ങക്ക് ഞാൻ പറയുന്നത് കേട്ടിട്ട് എന്താ തോന്നുന്നേ? അല്ല, നമ്മള് ഉള്ളത് പറയാൻ, അതായത് അങ്ങ് പറഞ്ഞതുപോലെ എന്താണ് ചെയ്യുന്നത് അതിന്റെ അർത്ഥം പറഞ്ഞ് മനസ്സിലാക്കാൻ, അതിന്റെ സാരാംശം പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാത്ത ആചാര്യന്മാര്, അറിവുള്ള ആചാര്യന്മാരാണെന്ന് നമുക്ക് ധരിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറയുന്നത് ഒറ്റ കാര്യമാണ്, ഏത് മതവിഭാഗത്തിലായാലും ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണേലും ജനങ്ങൾ, ഭക്തരായിട്ടുള്ള ആളുകൾ വരുന്നത് ആ ദൈവവിശ്വാസം, അവര് വിശ്വസിക്കുന്ന ദൈവം അല്ലെങ്കിൽ ആ പുരോഹിതൻ പറയുന്ന ദൈവം എന്താണെന്ന് കാണിച്ചു കൊടുക്കാനുള്ള ശേഷി ആ പുരോഹിത വംശത്തിനില്ല എങ്കിൽ ജനങ്ങൾ ചാത്താന്റെ കൂടെ പോകും, ചെകുത്താന്റെ കൂടെ പോകും, അജ്ഞത കൊണ്ട് ജീവിക്കാൻ നോക്കും. അജ്ഞതയെ വിറ്റാണ് ജീവിക്കുന്നത് ഇവിടെ. അജ്ഞതയെ വിറ്റുകൊണ്ട് തന്നെയാണ് ഇവിടെ കേരളത്തിൽ 95% അജ്ഞതയിലാണ്, ബ്ലാക്ക് മാജിക്കിലാണ്. മോസ്കുകൾ പോകുന്നത്, പള്ളികൾ പോകുന്നത്, ക്ഷേത്രങ്ങൾ പോകുന്നത്. അല്ലാന്ന് പറയാൻ പറ്റുമോ അങ്ങേക്ക്? അല്ല, അങ്ങനെ തന്നെയാണ്. അവിടെ ഇരിക്കുന്ന ദൈവം ഏതാണെന്ന് തന്ത്രിക്കറിയോ? പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണം. ഒരു പുരോഹിതനെ അറിയോ അവന്റെ ഏകദൈവം ഏതാണെന്ന് ചോദിച്ചെന്നാൽ പറഞ്ഞൊരു കൊച്ചിന് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമോ? ഇതൊന്നും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല എന്നൊരു ഉത്തരവല്ല കൊടുക്കുന്നത്. അത്തരമല്ല, ഇത്തരമല്ല, ഇതാണെന്ന് പറയാനുള്ള ശേഷിയുണ്ട്. ഇപ്പോഴും അന്ധകാരത്തിന്റെ ഒരു വലിയ ചതുപ്പിനെ സൃഷ്ടിക്കാനാണ്, ചവിട്ടിയ താന്നു പോകത്തക്ക രീതിയിൽ അത്രയും ഭയാനകമായിട്ടുള്ള ചതുപ്പിന്റെ മുമ്പിലാണ് നമ്മളുടെ ഈ തലമുറ വന്ന് നിൽക്കുന്നത്. മുന്നോട്ട് നടക്കാൻ പറ്റില്ല. നാസ്തികവാദികൾ അതിന്റെ അപ്പുറത്ത് ചെകുത്താന്റെ കൂടെ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് നാസ്തികവാദം.
നിരീശ്വരത്വമാണ്. അവര് ലഹരിക്കടിമയാണ്. ലഹരിയാണ് അവരെ മുന്നോട്ട് നയിക്കുന്നതെങ്കിൽ ഇവിടെ ഭക്തിഭ്രാന്താണ്. ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട പോലെയാണ് പുതുതലമുറ നിൽക്കുന്നത്. അതെ. നാസ്തികവാദികളിൽ ആരെങ്കിലും നല്ല രീതിയിൽ സംസാരിക്കുന്നവർ അങ്ങ് കണ്ടിട്ടുണ്ടോ? ഗോപ്യമായിട്ടേ പറയണം. അത് അല്ലെ, പരിഹാസമല്ലേ അവരുടെ മുഖത്ത് ഉദിച്ചു നിൽക്കുന്നത്. നാസ്തികവാദികളും വിപ്ലവകാരികളാണ്. കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന രീതിയിലാണ് അവര്. വിവേകമല്ല അവരെ നയിക്കുന്നത്, വിപ്ലവമാണ്. അപ്പൊ ഇപ്പുറത്ത് ബ്ലാക്ക് മാജിക് ആണ് നടക്കുന്നത്. ബ്ലാക്ക് മാജിക്കിലാണ് ഇപ്പോ ഈ കേരളം പൊതുവെ ഈ പുതുതലമുറ മുഴുവനും അതിന്റെ അഗാധമായ പിടിയിലാണ് നിൽക്കുന്നത്, നീരാളിപ്പിടുത്തത്തിലാണ് നിൽക്കുന്നത്. അതെ, വിദ്യാർത്ഥികളടക്കം, നല്ല റിസർച്ച് ചെയ്യുന്ന വിദ്യാർത്ഥികളടക്കം ഇങ്ങനെയുള്ള ആളുകളുടെ വലയത്തിലാണ്. മോഹൻജി, ചെകുത്താൻ, പിശാച്, ട്രാക്കുള, അതുപോലെ തന്നെ യക്ഷൻ, യക്ഷി, ഗന്ധർവൻ, ഇതെല്ലാം എന്താണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. പ്രേതം, ഭൂതം, ഇതെല്ലാം എന്താണെന്ന് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയണം. ഇതിന്റെ പിന്നിലുള്ള സയൻസിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റണം. ഇതെല്ലാം വളരെ രസകരമായിട്ടുള്ള ജീവശാസ്ത്രമാണ്. ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റാതെ നിഗൂഢത സൃഷ്ടിക്കുകയാണ്. മനുഷ്യന്റെ മനസ്സിലേക്ക് വലിയ ഗർത്തങ്ങൾ ഉണ്ടാക്കുകയാണ് മനസ്സിൽ. അവരുടെ മനസ്സിൽ ഈ മതവും ഈ ദൈവവിശ്വാസികളും ഈ ചാത്താൻ കാവുകളും ഈ ചെകുത്താൻ സേവക്കാരും കുഴിച്ച അഗാധമായ ഗർത്തത്തിലേക്ക് അവർ തന്നെ ചാടി മരിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. കാരണം ഇതൊന്നും നിങ്ങൾ സാധാരണ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല, അമാനുഷികമായ സംവിധാനമാണ്. അത് നിങ്ങൾ അങ്ങോട്ട് ശ്രദ്ധിക്കുകയോ ഒന്നും വേണ്ട. അതൊക്കെ ഞങ്ങൾ ചില ആളുകൾക്ക് മാത്രം സിദ്ധിച്ചു വെച്ചിരിക്കുന്നതാണ്. ഞങ്ങൾ പറയുന്ന അങ്ങ് കേട്ടാച്ചാൽ അനുസരിച്ചാൽ മാത്രം മതി, അറിയാൻ വേണ്ടി ശ്രമിക്കണ്ട എന്നാണ്. ആ തരത്തിലാണ് ജനങ്ങളെ വളർത്തിക്കൊണ്ടുവരുന്നത്. അതെ, കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ ഇരുന്നുണ്ട് ഒരു പുതിയ യോഗി പറയുകയാണ്, ഞാൻ ശ്വാസം വിടാതെ എത്ര നേരം വേണമെങ്കിലും ഇരിക്കും, ഞാനിപ്പോ ശ്വസിക്കുന്നില്ല, നിങ്ങൾക്ക് ഞാനിവിടെ ഇരിക്കുന്നതായിട്ട് തോന്നുന്നു, ഞാൻ ശ്വസിക്കുന്നില്ല, ഞാൻ ശ്വാസം വല്ലപ്പോഴും എടുക്കാറുള്ളൂ എന്ന് പറഞ്ഞപ്പോ അവർ ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ്. അപ്പൊ തന്നെ അവരൊരു പ്ലാസ്റ്റർ എടുത്ത് ഇവന്റെ മൂക്കും വായും കൂടി അടക്കിയാണ് വേണ്ടത്. ഈ നുണകൾക്ക് മുന്നിൽ സർവ്വ നിയന്ത്രണവും വിട്ട് പാദ നമസ്കാരം ചെയ്യുന്ന രീതിയിലാണ് ഇവിടുത്തെ ആളുകൾ നിൽക്കുന്നത്. അതെ, പിന്നീട് അതിനെ കുറിച്ച് അറിയാനോ ശ്രമിക്കാനോ ഒന്നും താല്പര്യപ്പെടുന്നില്ല. അന്ധമായി അതിനെ വിശ്വസിക്കുകയാണ്. കാരണം അറിയാൻ ശ്രമിച്ചാൽ നമുക്ക് എന്തോ കുഴപ്പമുണ്ടാകും, അങ്ങനെ പറഞ്ഞ് മാത്രം കേട്ടാൽ മതി. ഈ AI യുഗത്തിൽ ഇരുന്നോട്ട് ഇത്ര അന്ധവിശ്വാസം വിളമ്പുമ്പോ അതിനെതിരെ ഒരു വിരൽ കൊണ്ട് പോലും ഒരു ചോദ്യം ചോദിക്കാൻ, ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത കുറെ ജേർണലിസം പഠിച്ച ആളുകൾ. ഈ നാട് നശിക്കുകയാണ്. ഈ നാട് നാസ്തികവാദവും ബ്ലാക്ക് മാജിക്കും മന്ത്രവാദവും ജ്യോത്സ്യന്മാരുടെ പണി എന്ന് പറഞ്ഞാൽ ആളുകളെ പറ്റിക്കുക എന്ന് തന്നെയാണ്. ഒരു ഡൗട്ടും ഇല്ല. ദൈവം എന്താണെന്ന് അറിയാത്ത ഒരാൾക്ക് എങ്ങനെയാണ് ജ്യോതിഷത്തെ കുറിച്ച് കൈകാര്യം ചെയ്യാൻ പറ്റുന്നത്, ജ്യോതിശാസ്ത്രജ്ഞനാവാൻ പറ്റുന്നത്? ജ്യോതിശാസ്ത്രം എന്നല്ലേ പറയുന്നത്. അപ്പൊ എന്തും ഏത് വിധേനയും എത്ര കാലം വേണമെങ്കിലും ദൈവം എന്ന് പറയുന്ന ആ മാജിക്കിന്റെ അണ്ടറില് നിന്നുകൊണ്ട് പിശാചെന്നും ചാത്തനെന്നും ചെകുത്താനെന്നും എല്ലാം പറഞ്ഞുകൊണ്ട് ജനങ്ങളെ പറ്റിക്കുക. പല പേരിൽ വിട്ട് വിളിച്ചാണ് ജനങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ജനങ്ങളെ നന്നാക്കണമെന്നുള്ളൊരു ചിന്ത ഈ ഭരണാധികാരികൾക്കുണ്ടാവണം. ഇവിടെ മദ്യവും മയക്കുമരുന്നും ലോട്ടറിയുമാണ് ഇവിടത്തെ ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ ചൂതാട്ടവും ഈ ലഹരിയും ഇങ്ങനെയുള്ള ഒരു ലോകക്രമത്തിൽ ഇത് മറയാക്കി ജീവിക്കുന്ന വലിയ ഒരു ബ്ലാക്ക് മാജിക് സംഘം. എന്തൊക്കെ പറഞ്ഞാലും ദൈവത്തിന്റെ പേരിൽ എന്ത് പ്രവൃത്തി ചെയ്താലും ഇതിനെ ചോദ്യം ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് ഈ ബ്ലാക്ക് മാജിക് സംഘം വളർന്നിരിക്കുന്നു. അവരുടെ അജ്ഞതയാണ് ഇന്ന് ഇവിടെ വിറ്റ് കാശാക്കുന്നത്. വലിയ മാഫിയയാണ്, വലിയ മാഫിയയാണ്. ലക്ഷക്കണക്കിന് രൂപയുടെ വഴിപാടുകളാണ് നടത്തുന്നത്. കന്യകാ പൂജകള്, കന്യകകളെ ബലി കൊടുക്കു തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്നത് മുഴുവൻ വൻ ബ്ലാക്ക് മാജിക്കുകളാണ്. മാഫിയ എന്ന് പറയുന്നത് മദ്യമാഫിയ അല്ലെങ്കിൽ അതുപോലെയുള്ള മരുന്ന് മാഫിയ, മെഡിക്കൽ മാഫിയ ഒക്കെ പറയുമ്പോഴും അതിനെ കഴിഞ്ഞ് വലിയ മാഫിയയാണിത്. തീർച്ചയായിട്ടും ഭീതിയാണ്, ഭീതിപ്പെടുത്തുന്ന കാഴ്ചകൾ തന്നെയാണ്. അല്ല, അക്ഷരം പഠിപ്പിക്കുന്ന പോലെയും അക്കം പഠിപ്പിക്കുന്ന പോലെയും പഠിപ്പിക്കാൻ കഴിയണതിന് വേണ്ടേ?
നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ലാത്ത, നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ലാത്ത ഒരു സിദ്ധാന്തത്തെ എന്തിനാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? നമ്മൾ എന്തിനാണ് ഈ കുഞ്ഞു കുട്ടികളുടെ മനസ്സിലേക്ക്, ഈ ബുദ്ധിയിലേക്ക് ഇതിനെ ഇൻജക്ട് ചെയ്യുന്നത്? വളരെ ഖേദകരം. ഇത് ഒരു വിഭാഗത്തിന്റെ കാര്യം മാത്രമല്ല, സർവ്വ വിഭാഗത്തിന്റെ കാര്യവും ഇത് തന്നെയാണ്. അതിനകത്ത് ഞാൻ മത ജാതി ഭേദമന്യേ പറയാൻ തയ്യാറാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സുന്നത്ത് ചെയ്യിക്കുന്നത് തൊട്ട്, നിർബന്ധിതമായിട്ട് മാമോദിസ മുക്കുന്നത് തൊട്ട്, ഇവിടെ നടക്കുന്ന ഈ ചാത്തൻകാവുകളുടെ അനാചാരങ്ങളുടെ കൂത്താട്ടം തൊട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ, തെയ്യക്കോലങ്ങൾ കെട്ടിയാടുന്ന ഈ പെൻഷൻ മേടിക്കുന്നവര്, കലാകാരൻ എന്നുള്ള പെൻഷൻ മേടിക്കുന്നവനാണ് ദൈവത്തിന്റെ പേരിൽ ഇത്രയും കിടന്ന് കുത്തിമറിയുന്നത്. ഇതിന്റെ പേരിലൊക്കെ നടക്കുന്ന ആ അനാചാരം, ദൈവത്തിന്റെ പേര് പറഞ്ഞിട്ടുള്ള ഈ തോന്നിയവാസം, ഇതിന്റെ സയൻസ് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാവണം ഈ AI യുഗത്തിലെങ്കിലും. വേണ്ടേ മോഹൻജി? വേണം, തീർച്ചയായിട്ടും വേണം. വേണം. അപ്പോ അല്ല, ഞാൻ പറഞ്ഞല്ലേ, ഏത് കാര്യവും നമുക്ക് അക്ഷരം പഠിപ്പിക്കുന്ന പോലെ പഠിപ്പിക്കാൻ, മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണം. ഇല്ലെങ്കിൽ ഇവര് പഠിക്കണം. ഇവർക്കറിയില്ലെങ്കിൽ ഇവര് പഠിക്കണം. പരബ്രഹ്മം എന്താന്ന് ചോദിച്ചാൽ പറയാൻ പറ്റണം. ദൈവം ഏതാന്ന് ചോദിച്ചാൽ കാണിച്ചു കൊടുക്കാൻ പറ്റണം. അതെ. ഈ തെളിഞ്ഞിരിക്കുന്ന ആകാശത്ത് എന്താണ് കാണാൻ കഴിയാത്തത്? എത്ര കിലോമീറ്ററുകൾ ദൂരത്തിൽ, കോടിക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള ഏത് ഗ്രഹങ്ങളിലും ചെന്ന് പഠനം നടത്തുന്ന കാലത്ത് ഏത് അറിവിനെയാണ് ഇവര് ഭയക്കുന്നത്? അപ്പൊ ഇത് ബ്ലാക്ക് മാജിക് തന്നെയാണ് നമ്മളുടെ വിശ്വാസങ്ങളെ. സാമാന്യ ജനങ്ങള് ഈ വിഷയത്തെ കുറിച്ച് അറിയാനുള്ള ആഗ്രഹത്തോടുകൂടി തന്നെ ചിന്തിക്കേണ്ടതാണ്. നമുക്കറിയാത്തതെല്ലാം മാജിക്കാണ്. മാജിക്ക് നമുക്ക് അറിയുമ്പോഴാണ് അത് ജ്ഞാനമാകുന്നത്, നമുക്ക് വെളിവാകുന്നത്, നമുക്ക് വെളിച്ചമാകുന്നത്. അതിന്റെ പിന്നിൽ നടക്കുന്നത് എന്താണ്, നമ്മൾ വിശ്വസിക്കുന്നത് എന്താണ്, നമ്മൾ കാണുന്നത് എന്താണെന്ന് നമുക്ക് ബോധ്യമായില്ലെങ്കിൽ അത് മാജിക് തന്നെയായിട്ട് നിൽക്കും. അത് നമ്മളെ അജ്ഞതയിലേക്ക്, അന്ധതയിലേക്ക് നയിക്കുകയാണെങ്കിൽ അതിനെയാണ് ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നത്. മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ട്, മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ട്, മറ്റുള്ളവരെ പിഴിഞ്ഞുകൊണ്ട് ജീവിക്കുന്ന വലിയൊരു ബ്ലാക്ക് മാജിക് സംഘം തന്നെയാണ് ഇന്ന് കേരളത്തിലെ ആത്മീയത പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഏത് വിഭാഗത്തിൽപ്പെട്ടവരായാലും. മയക്കുമരുന്ന് മാഫിയ, മദ്യമാഫിയ, ലോട്ടറി മാഫിയ എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ ഭീകരമായ അവസ്ഥയാണ്. ഈ ആത്മീയതയുടെ പേരിൽ നടക്കുന്ന ഏറ്റവും വലിയ മാഫിയ, മോഹൻജി എന്ന് ഓർത്തു നോക്കിയ, സെക്സ് ആണ്. അതെ. ഇവിടെ വടകരയിലൊക്കെ ഉൾപ്പെടെ സെക്സ് മാഫിയാണ് ഈ ദൈവികതയുടെ പേരിൽ അഴിഞ്ഞാടുന്നത്. നഗ്നരായിട്ട് ജീവിക്കുന്ന ഒരു സമൂഹമുണ്ട് ഇവിടെ. അവർക്ക് എപ്പോ വേണേലും ആരുമായിട്ട് വേണേലും ജീവിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരു നഗ്ന സമൂഹം ഇവിടെ ജീവിക്കുന്നുണ്ട്. എന്തിന്റെ പേരില്? ദൈവത്തിന്റെ പേരിൽ. ദൈവത്തിന്റെ പേര് വിട്ടിട്ട് അവർ ജീവിക്കട്ടെ. ഈ ആത്മീയതയും പറഞ്ഞിട്ടല്ല ഈ തോന്നിവാസങ്ങളൊക്കെ കാണിക്കുന്നത്. ഞാൻ പറയുന്നത് തെറ്റുണ്ടോ മോഹൻജി? ഇല്ല, തെറ്റല്ല. അങ്ങനെ തന്നെ സംഭവിക്കുന്നുണ്ടല്ലോ. അറിയുന്നില്ല, ആളുകൾ അറിയാതെയാണ് ഇത് പെട്ടു നിൽക്കുന്നത്. ആണ്. ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ പോലും അവരറിയുന്നില്ല ഇതിന്റെ സത്യാവസ്ഥ. മായാലോകത്തില് ഇവരെ കൊണ്ടു നടക്കുക. ഇപ്പൊ എന്താണ് നമ്മളുടെ ദൈവം എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാത്തവരെല്ലാം ആത്മീയത എന്ന് പറഞ്ഞ് അവർ കൊണ്ടു നടക്കുന്ന ആയുധങ്ങൾ താഴെ വെക്കണം. എന്നിട്ട് ചിന്താശേഷിയെ പോലും, മനുഷ്യന്റെ സാധാരണ ജനങ്ങളുടെ ചിന്താശേഷിയെ പോലും നശിപ്പിച്ചുകൊണ്ടാണ്, ചിന്തിക്കാനുള്ള അവസരം പോലും കൊടുക്കാതാണ് നീങ്ങുന്നത്. ഒരച്ഛനെ മൃഗീയമായിട്ടൊരു മകൻ കൊല്ലുന്നു എന്ന് പറയുന്നത് അത് ചെകുത്താന്റെ പേരിലായാലും ശരി, ദൈവത്തിന്റെ പേരിലായാലും ശരി. ഇവര് മതങ്ങൾ ഇപ്പൊ പറയുന്നത് ഞങ്ങൾ കൊല്ലാൻ പറയുന്നില്ല എന്നാ പറയുന്നത്. എന്തിനാണ് കൊല്ലാൻ പറയുന്നത്? ഇവര് ബലി നടത്തി കാണിക്കുന്നവരല്ലേ ഇവര്. ബലി പെരുന്നാളുകൾ ആഘോഷിക്കുന്നവരല്ലേ ഇവര്. ഏതും മതത്തിൽപ്പെട്ടവരായി. ഭാരതം മതങ്ങളുടെ നാടല്ല, ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്ന ഹൈന്ദവമായിട്ടുള്ള ശാസ്ത്രവിശ്വാസികളുടെ നാടാണ്. നമ്മളുടെ മതങ്ങൾക്ക് ന്യൂനതകൾ ഉണ്ടെങ്കിൽ ചിന്തനം ചെയ്തേ പറ്റൂ. അവര് തിരിഞ്ഞു നോക്കണം കാലം എത്ര മുന്നോട്ട് പോയിട്ടുണ്ടെന്ന്. ഇന്നലത്തെ അറിവിനെയും ഇന്നത്തേനെയും നാളത്തേനെയും ചേർത്ത് വെക്കുവാനുള്ള ശേഷിയാണ് മനുഷ്യനുണ്ടാവുന്നത്. അങ്ങനെയുള്ളവരെയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. നമ്മുടെ മക്കള് നാള് നോക്കാതെ, അതുപോലെ ജാതകം നോക്കാതെ, ചൊവ്വാദോഷം നോക്കാതെ, ഗ്രഹദോഷം നോക്കാതെ, അറിവ് കൊണ്ട്, മറ്റുള്ളവന്റെ വിയർപ്പ് കൊണ്ടല്ല, അറിവ് കൊണ്ട്, സ്നേഹം കൊണ്ട്, ജ്ഞാനം കൊണ്ട് ജീവിക്കുന്നവരാവണം. ജ്ഞാനം കൊണ്ടുള്ള സന്തോഷമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അജ്ഞത കൊണ്ടുള്ള സന്തോഷമല്ല നമ്മളെ സ്വർഗീയത അനുഭവിക്കാൻ കാരണമാകുന്ന വസ്തുത. ഈ ബ്ലാക്ക് മാജിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ 99% തന്നെ ഞാൻ പറയും ബ്ലാക്ക് മാജിക് ആണ് കേരളത്തിൽ നടക്കുന്നത്. ലോകത്തെമ്പാടും അത് തന്നെയാണ്, കേരളത്തിൽ മാത്രമല്ല. പക്ഷെ കേരളത്തിൽ ഒന്നും കൂടി ഭീതിജനകമാണ്. നമ്മുടെ ആരാധനാലയങ്ങളെല്ലാം
അന്ധവിശ്വാസികളുടെ ഇടത്താവളങ്ങളാണ്. ഈ അന്ധമായ വിശ്വാസത്തിൽ നിന്നും ജനങ്ങളെ മോചിപ്പിക്കാനുള്ള ശ്രദ്ധ കൊടുക്കണം. ആളുകള് സത്യത്തില് ഇതൊന്നും ചിന്താശേഷി പോലും നശിപ്പിച്ചുകൊണ്ടാണ് ഈ മാഫിയ നീങ്ങുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ടതില്ല, നിങ്ങൾ അതിനെക്കുറിച്ച് അറിയേണ്ടതില്ല. ഞങ്ങൾ പറയുന്നത് മാത്രം അനുസരിച്ചാൽ മതി. നിങ്ങൾക്കത് അല്ലെങ്കിൽ ദോഷമുണ്ടാവും. ഇതിന്റെ പിന്നില് 3 രീതിയിലാണ്. ഒന്ന് സെക്സ് ആണ്, ഒന്ന് ധനമാണ്, ഒന്ന് ഭൂമിയാണ്. ഇത് 3ഉമാണ് അവരുടെ ലക്ഷ്യം. അന്ധവിശ്വാസത്തിൽ നിന്നും മോചിതനാവാൻ വേണ്ടി ഇവിടുത്തെ വരും തലമുറയെ നമുക്ക് അത്തരത്തിലേക്ക് ചിന്തിപ്പിക്കണം. ഇന്ന് വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ ആചാര്യന്മാരെ പറയുന്ന അപ്പടി അന്ധമായി വിശ്വസിക്കല്ലാതെ എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിക്കാനോ സംശയ നിവൃത്തി വരുത്താനോ തക്ക മനോതലത്തിലേക്ക് ഉയരാതെയാണ് നിൽക്കുന്നത്. ഇതിനകത്ത് ഒരു കാര്യം കൂടി പറയാം. ഈ മതങ്ങളോ അല്ലെങ്കിൽ ദൈവവിശ്വാസികളോ നടത്തുന്ന ഈ ബ്ലാക്ക് മാജിക്കിനെതിരെ കരയുന്നവര്, ഘോഷിക്കുന്നവര്, അവര് ആഘോഷിക്കുന്നത് നാസ്തികവാദികളാണ്. ഈ സാഹചര്യത്തെ നാസ്തികവാദം എന്താണ് ചെയ്യുന്നതെന്ന് അവര് തന്നെ ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. നാസ്തികവാദം എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അവര് തന്നെ ആലോചിച്ചാൽ അവർക്ക് മനസ്സിലാവും. എല്ലാത്തിന്റെയും മുഖത്ത് പുച്ഛഭാവമാണ്, പരിഹാസമാണ് അവരുടെ മുഖമുദ്ര. ലഹരിയാണ് അവരെ നയിക്കുന്നത്. അവരിതിനേക്കാളും വലിയ ചൂതാട്ടമാണ് അപ്പുറത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ മറവിൽ അവരും ഒരാളെ പോലും, ഒരു നാസ്തികവാദിയെ പോലും വിശ്വസിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു നാസ്തികവാദിയും നമുക്കിന്ന് കാണാൻ പറ്റുന്നില്ല. ഞാനിപ്പോ എല്ലാവരെയും നോക്കാറുണ്ട്. എല്ലാവരുടെയും മുഖത്തും പരിഹാസമാണ്. പരിഹാരത്തെ നിർദ്ദേശിക്കുവാനുള്ള ശേഷിയുള്ള, ആത്മാർത്ഥതയുള്ള ഒരു നാസ്തികവാദിയെയും ഞാൻ കാണാറില്ല. ഇവിടത്തെ നാസ്തികതയ്ക്ക് ഒരു നാസ്തികവാദമല്ല ശരിക്കും പറഞ്ഞാൽ ഇവിടെ കേരളത്തില് ഒരു ചൈനീസ് വാദമായിട്ടേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അങ്ങക്ക് അത് തോന്നിയിട്ടുണ്ടോ? ഒരു ചൈനീസ് വാദമല്ലേ ഇവിടുത്തെ നാസ്തികതയുടെ നേരില്? തീർച്ചയായിട്ടും അതെ. രാജ്യവിരുദ്ധത പറയുക. രാജ്യവിരുദ്ധത ഏറ്റവും കൂടുതൽ പറയുന്നത് ചൈനീസ് വാദക്കാരാണല്ലോ. അതെ, അവിടെ നാസ്തികവാദമല്ല ശരിക്കും നിഴലിച്ചു നിൽക്കുന്നത് ചൈനീസ് വാദമാണ്. നമ്മൾ എവിടെ നിൽക്കുന്നത് പോലും വിദ്യാസമ്പന്നരെന്ന് അഭിമാനിക്കുന്ന ഇവിടുത്തെ ചെറുപ്പക്കാരായിട്ടുള്ള ഈ സമൂഹം പോലും അല്ല, ഇവിടുത്തെ യുവ സമൂഹം പോലും മനസ്സിലാക്കാതെയാണെന്ന് നീങ്ങുന്നത്. അതെ, ഇവിടുത്തെ നാസ്തികവാദികളിൽ കൂടുതലും രാജ്യവിരുദ്ധത പറയാൻ ആഗ്രഹിക്കുന്നവരാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതെ, ഇല്ലേ? ഇവിടത്തെ പൈതൃകങ്ങളെ തച്ചു തകർക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അതാണ് ഇവിടുത്തെ വിഷയം. അപ്പൊ തീർച്ചയായിട്ടും അങ്ങ് ചോദിച്ച ചോദ്യം വളരെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വലിയ ചോദ്യം തന്നെയായിരുന്നു. കാരണം നമുക്കൊക്കെ ഇത്രയും സങ്കടകരമായിട്ട് സംസാരിക്കേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ അത്ര കണ്ട് ഇവിടെ ഈ സ്നേഹം, ഈ ദൈവവിശ്വാസികളിലെ സ്നേഹങ്ങള് ഇന്ന് വെറും നാട്യമായിട്ട് മാറി നിൽക്കുകയാണ്, നടിക്കലാണ്. വലിയ സന്തോഷമുണ്ട് സന്തോഷ്. ഈ ബ്ലാക്ക് മാജിക്കിനെ കുറിച്ച് അങ്ങ് ഇന്ന് വളരെ ലളിതമായിട്ട് പറഞ്ഞു. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് എത്തണം. നമ്മുടെ കുഞ്ഞുങ്ങളിൽ ചിന്താശേഷി വർദ്ധിപ്പിക്കണം. അവർ എന്തിനേയും ഏതിനേയും കണ്ടാൽ തിരിച്ചറിയാൻ പാകത്തിന് ആചാര്യന്മാരോടോ അധ്യാപകരോടോ മുതിർന്നവരോടോ ചോദിച്ച് മനസ്സിലാക്കാനുള്ള ശേഷിയിൽ വളരണം എന്നാണ് എന്റെ ആഗ്രഹം. കുട്ടികൾ ഈ പ്രകൃതിയെ കണ്ടു പഠിക്കണം. ഈ പ്രകൃതിയെയാണ് അവർ പഠിക്കേണ്ടത്. വലിയ സന്തോഷം സന്തോഷി. നമസ്തേ നമസ്തേ.